ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. 8 മണിയോടെയാണ് കപ്പലിന്റെ ബർത്തിങ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കപ്പൽ പുറംകടലിലെത്തിയത്. ഇത് ആദ്യമായാണ് ഒരു സൗത്ത് ഏഷ്യൻ തുറമുഖത്ത് MSC ഐറിന എത്തുന്നത്. തൃശൂർ സ്വദേശിയായ വില്ലി ആന്റണിയാണ് ഐറിനയുടെ ക്യാപ്റ്റൻ. അർജുൻ ചേരുന്നുണ്ട് വിഴിഞ്ഞത്ത് നമുക്കൊപ്പം. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുന്ന ആ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ചൊവ്വാഴ്ച എത്തിയതാണെങ്കിലും പിന്നീട് ഈ കപ്പലുകളുടെ ക്യൂ കാരണം ഈ ബർത്തിങ് കുറച്ചൊന്ന് വൈകി. ഏതുവരെയായി അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? സേതു, തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. ആ കപ്പൽ ഇപ്പോൾ നങ്കൂരം വിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ, ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ലോകത്ത് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടുകയാണ്. MSC ഐറീന അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകുകയും ചെയ്യും. വലിയ അഭിമാനകരമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും വലിയ ഈ കപ്പൽ അതിൻ്റെ ക്യാപ്റ്റൻ മലയാളിയാണ് എന്നുള്ളതാണ്. അത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വില്ലി ആന്റണിയാണ്. മറ്റൊരു മലയാളി കൂടി ഈ ക്രൂവിൽ ഉണ്ട് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള കാര്യം. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അഭിനന്ദം ഈ ടീമിലുണ്ട്. അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം എന്ന് ഇതിനെ പറയേണ്ടി വരും. കുറച്ച് ദിവസം മുൻപ് ഇവിടെ എത്തിയതാണ്. പക്ഷേ മറ്റ് കുറേ കപ്പലുകൾ അതിൻ്റെ ചരക്ക് നീക്കങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുകൊണ്ട് കൊണ്ടാണ് ഒരു 5 ദിവസത്തോളം MSC ഐറീനയ്ക്ക് ഇവിടെ കാത്ത് നിൽക്കേണ്ടി വന്നത്. പക്ഷേ അത് ഇപ്പോൾ പൂർത്തിയാവുകയാണ്. MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുമ്പോൾ 24,000-ഓളം കണ്ടെയ്നർ ശേഷി ഉണ്ട്. അതിൻ്റെ നീളം 400 മീറ്ററോളമാണ്. അതായത് ഒരു 1/2 കിലോമീറ്ററോളം ഒക്കെ വലിപ്പം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും വലിപ്പമുള്ള ഒരു കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ഇത്രയും വലിയൊരു കപ്പൽ വിഴിഞ്ഞത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത്, സൗത്ത് ഏഷ്യയിലേക്ക് വരുന്നത് ഇതാദ്യമാണ് എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയണം. അങ്ങനെ അത് അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. ഏകദേശം 6,000-ഓളം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും എന്നുള്ള തരത്തിലാണ് വിവരങ്ങളുള്ളത്. അതിനുശേഷം തിരിച്ച് യൂറോപ്പിലേക്ക് പോകും. 2023-ലാണ് ഈ കപ്പൽ കടലിലേക്ക് ഇറങ്ങുന്നത്. അത് അന്ന് തൊട്ട് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റനാണ് ഈ കപ്പൽ ഓടിക്കുന്നത് എന്ന് പറയാം. എന്തായാലും വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അത് അല്പസമയത്തിനകം തന്നെ അർജുൻ, കാരണം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് സീരീസിലുള്ളത്. അതിൽ തന്നെ നേരത്തെ തന്നെ ഈ തുർക്കിയും അതുപോലെ തന്നെ മിഷേലും ഒക്കെ എത്തിയിരുന്നു. തൊട്ട് പിന്നാലെ ഐറിനയും എത്തിയിരിക്കുകയാണ് വിഴിഞ്ഞത്തേക്ക്. ഇതിൽ പരം ഒരു അഭിമാനം കേരളീയരെ സംബന്ധിച്ചില്ല. ആ അഭിമാനത്തിന് ഒരു ഇരട്ടി മധുരം എന്നോണം വില്ലി ആന്റണി എന്ന അതിൻ്റെ കപ്പിത്താനുമുണ്ട്, മലയാളിയായിട്ടുള്ള ഒരു കപ്പിത്താനുമുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പും നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തേക്ക് ഇതാ ബർത്തിങ്ങിലേക്ക് എത്തുന്നു. ആ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ വിഴിഞ്ഞത്തേക്ക് ബർത്ത് ചെയ്യുന്ന 347-ാമത്തെ കപ്പലാണ് MSC ഐറിന എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തുടങ്ങിയിട്ട് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതിന് ശേഷം ഈ മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ ഇത്രയും കപ്പലുകളൊക്കെ വന്നു പോയി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അഭിമാനകരമാണ് എന്നുള്ളതാണല്ലേ. നമ്മുടെ ഒരു മുഖച്ഛായ തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ ഒന്നായി മാറി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്.